ആയിട്ടുള്ള പ്ലാനിങ്ങും പ്രിപ്പറേഷനും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു നഴ്സിന് അവരുടെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും വെച്ചിട്ട് കറക്റ്റ് പാത്ത് വേയിലൂടെ അവിടെ എത്തിച്ചേരാനായിട്ട് പറ്റുള്ളൂ. സോ അതിനുള്ളൊരു ഗൈഡൻസ് ആണ് നമ്മൾ 1-to-1 ആയിട്ട്, അതായത് കേസ് ടു കേസിൽ ഓരോ കാൻഡിഡേറ്റിന്റെ പ്രൊഫൈൽ അസസ് ചെയ്തിട്ട് നമ്മൾ ഗൈഡൻസ് കൊടുക്കുന്നത്. ഇപ്പം ഞാനിവിടെ BSc നഴ്സിംഗ് കഴിഞ്ഞ നേഴ്സാണ് അല്ലെങ്കിൽ സ്റ്റുഡൻ്റ് ആണ്. അങ്ങനെ എനിക്ക് ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതാണോ അതോ അല്ല ഇവിടെ ഞാൻ നഴ്സിംഗ് കുറച്ച് വർഷം ജോലി ചെയ്തതിന് ശേഷം ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതാണോ? ഏതായിരിക്കും ഏറ്റവും എളുപ്പം? നമ്മൾ നോക്കുമ്പോൾ കാൻഡിഡേറ്റിന്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഫസ്റ്റ് നോക്കുക. ഇപ്പം ഇവിടെ BSc നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തൊരു നഴ്സ് ആണെങ്കിൽ അവർക്ക് നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 2 ഉള്ളത്. ഒന്നെങ്കിൽ മാസ്റ്റേഴ്സ് പഠിക്കാനായിട്ട് ഓസ്ട്രേലിയയിൽ പോവാം, അതല്ലെങ്കിൽ OBAയുടെ പ്രോസസ്സ് NCLEX-RN, OSCE, ലാംഗ്വേജ് ടെസ്റ്റ്, ഇത് 3ഉം ക്ലിയർ ചെയ്തിട്ട് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഫിനാൻഷ്യലി കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണ്, അവർക്ക് ഫിനാൻഷ്യൽ കേപ്പബിലിറ്റി ഉണ്ട്, ബാക്കിയെല്ലാം ഓസ്ട്രേലിയയുടെ വിസ റിക്വയർമെന്റ് ഫിനാൻഷ്യലി എല്ലാം മീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി MSc നഴ്സിംഗ് ആണ് കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ. അതായത് നമ്മൾ അവിടെ ഓസ്ട്രേലിയയിൽ പോയി MSc അതെ.